അടുത്തത് ഇപ്പോൾ ഇതുവരെ പറഞ്ഞ നമ്മൾ സ്കെച്ചപ്പിൻ്റെ പോർഷൻസ് ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് പറയുന്നത് വിയറയാണ്. സ്കെച്ചപ്പിൻ്റെ വിയറയാണ് പറയാനുള്ളത്. വിയർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുക, വിയറെ സെപ്പറേറ്റ് നമുക്ക് ടൂൾ ബാർ ഇതിൽ നമ്മൾ സ്കെച്ചപ്പിൽ കാണുള്ളൂ. വിയർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് റെൻഡർ ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, വിയർ ഇതോടെ ഇത് വിയർ ഉണ്ട്. അപ്പോൾ വിയർ എന്ത് ചെയ്യും, നമുക്ക് വിയർ കുറച്ച് ടൂൾ ബാർ ഉണ്ട്. ലൈറ്റിങ് മെറ്റീരിയൽസിന് കാര്യമായിട്ടുള്ളൂ. ഇവിടെ കുറച്ച് ടൂൾ ബാർ ഉണ്ട്. മുകളിലുണ്ട് അസറ്റ് എഡിറ്റർ. അസറ്റ് എഡിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് വിയറിൻ്റെ എല്ലാ സെറ്റപ്പും അസറ്റ് എഡിറ്ററിലുണ്ടാവുക. വിയറത്തെ മെറ്റീരിയൽസിൻ്റെ എഡിറ്റിങ്, ലൈറ്റിങ്ങിൻ്റെ എഡിറ്റിങ്, അതിന് എന്തൊക്കെയുണ്ടോ അതൊക്കെ എഡിറ്റിങ് മൊത്തത്തിൽ അസറ്റ് എഡിറ്ററിലാണ് ഉണ്ടാവുക. പിന്നെ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ട് റെൻഡറിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇൻഫിനിറ്റി പ്ലെയിന്, ഇമ്പോർട്ട് പ്രോസി, എക്സ്പോർട്ട് പ്രോസി, PRFR. അപ്പോൾ അതെന്ത് ചെയ്യാൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇൻഫിനിറ്റി പ്ലെയിൻ. ഇൻഫിനിറ്റി പ്ലെയിൻ എന്നാൽ വിയറെ പ്ലെയിൻ, അതായത് വൈഡ് ഏരിയയിൽ പ്ലെയിൻ കിടക്കും. എവിടെ ഇട്ടാലും വൈഡ് ഏരിയയിൽ പരന്നെടുക്കുന്ന, എൻഡിങ് ഇല്ലാതെ തുടർച്ചയായി പരന്നെടുക്കുന്ന പ്ലെയിനാണെന്ത്, ഇൻഫിനിറ്റി പ്ലെയിൻ. ഉദാഹരണം ക്ലിക്ക് ചെയ്തു, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ച് കൊടുക്കാം. എവിടെ വേണം ക്ലിക്ക് ചെയ്തു, എസ്കേപ്പ് വരെ. ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, റെൻഡർ ചെയ്യുക. റെൻഡർ ചെയ്താലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് റെൻഡർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പരന്ന് കിടക്കുന്നുണ്ടാവും, വൈഡ് ഏരിയ പരന്ന് കിടക്കുന്നുണ്ട് പ്ലെയിന്. അപ്പോൾ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്ന ലൈൻ. അപ്പോൾ ഇത് ഒഴിവാക്കിയാൽ മനസ്സിലാവും അതിൻ്റെ എഫക്റ്റ്. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഇന്ന് റെൻഡർ ചെയ്താൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പ്ലെയിൻ അവിടെ ഇല്ല. അപ്പോൾ അതാണ് ഇൻഫിനിറ്റി പ്ലെയിൻ എന്നത്. അടുത്തതാണ് പ്രോക്സി. പ്രോക്സി ഉദ്ദേശിക്കുന്നത് നമ്മൾ ലോഡ് കൂടിയ ഫയലിന് എന്ത് ചെയ്യുക, ലോഡ് കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് പ്രോക്സി. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒബ്ജക്റ്റ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാണ്, ഞാൻ ഡൗൺലോഡ് ചെയ്യാണ്. ഇപ്പോൾ വിൻഡോ 3D വെയർഹൗസിൽ വന്നു. അതേ കാര്യമായിട്ട് മെഷ് ഫയൽ അത്യാവശ്യം ലോഡ് കൂടിയ സംഗതി കാരണം, അപ്പോൾ ഏതെങ്കിലും ലോഡ് കൂടിയ സംഗതിയെ ലോഡ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രോക്സി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം എന്തെങ്കിലും ട്രീസ് എന്തെങ്കിലും ഞാൻ ഡൗൺലോഡ് ചെയ്യാണ്. ഏതെങ്കിലും ഒന്ന് നിർത്തും. ഇപ്പോൾ നേരെ ഇവിടെ വെച്ചെടുത്തു. ഇപ്പോൾ ഓൾറെഡി ഒരു മെഷ് ഫയലാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ലോഡ് കുറക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുക. ഇവിടെ ഉണ്ടാവും എക്സ്പോർട്ട് പ്രോക്സിന് ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ബോക്സ് വരും, എവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്, ഫയൽ പാത്തിനോടെ സേവ് ചെയ്യേണ്ടത് എവിടെയാണ് കളിച്ചെടുക്കുക. ഉദാഹരണം ഡെസ്ക്ടോപ്പിന് ഇട്ടെടുത്തു. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇട്ടെടുത്തു, നേരെ സേവ് ഇട്ട് കൊടുക്കണം. ഇതിലിവിടെ അടിയിൽ എക്സ്പോർട്ട് ഇട്ട് കൊടുക്കണം. എക്സ്പോർട്ട് കൊടുത്താലുള്ളൂ അത് പ്രോക്സി ആയി മാറുള്ളൂ. എക്സ്പോർട്ട് ഇട്ടെടുത്തു. കണ്ടോ, എക്സ്പോർട്ട് പ്രോക്സി. പക്ഷേ പ്രോക്സി ചെയ്ത പ്രശ്നം ഇതാണ്, നമുക്ക് വ്യൂ പോളിൽ കാണുമ്പോൾ നമുക്ക് ഒരു ഭംഗി കിട്ടില്ല. പക്ഷേ നല്ല റെൻഡറിങ്ങിൽ എന്ത് ചെയ്യാം, നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റെൻഡർ ചെയ്യാനും പറ്റുന്നുണ്ടോ, കറക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ കാണുന്നൊരു ഭംഗി കുറവുണ്ടാവുന്നുള്ളൂ, പക്ഷേ ലോഡിങ് വളരെ കുറവേക്കാരം. അതാണ് പ്രോക്സി. തൊട്ടിപ്പുറം ഇമ്പോർട്ട് പ്രോക്സി. അതായത് പ്രോക്സി നമ്മൾ സേവ് ചെയ്തല്ലോ, ആ ഫയൽ വീണ്ടും ഓപ്പൺ ആക്കാൻ. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലുണ്ട്, ഞാൻ സേവ് ചെയ്താണ്, ഇതാ സെലക്ട് ചെയ്തു, ഓപ്പൺ എടുത്തു. ഉണ്ടോ, നമുക്കിങ്ങനെ ചെയ്ത് ഫയൽ. ഈ ഫയൽ തന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്താൽ മതി. അതിൽ വേറെ ഫയലിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഇമ്പോർട്ട് പ്രോക്സി വെച്ചിട്ടൊക്കെ എന്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതാണ് പ്രോക്സിയിൽ പറയാനുള്ളത്. അടുത്തതാണ് ഫർ. ഫർ എന്നാൽ നമുക്ക് ഈ ചെടികൾ, നാരുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഫർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് പ്ലെയിൻ വരച്ച്, ഒരു പ്ലെയിൻ വരക്കുക, എന്തെങ്കിലും ഒരു പ്ലെയിൻ വരച്ച് അതിനെന്ത് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് മെയ് ഗ്രൂപ്പ് ഇട്ട് കൊടുത്തു. ഇനി സെലക്ട് ചെയ്യുക, VRFR ക്ലിക്ക് ചെയ്തു. അപ്പോൾ VRFR വന്നിട്ടുണ്ട് ഇവിടെ. ഇന്ന് റെൻഡർ ചെയ്ത് നോക്കാം, ഒന്ന് സൂം ചെയ്ത് റെൻഡർ ചെയ്താൽ മതി. കേട്ടോ, ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നുണ്ട്. നമുക്കെന്ത് ചെയ്യുക, അതിൻ്റെ എണ്ണം കൂട്ടുക, കുറക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അസറ്റ് എഡിറ്ററിൽ വരിക. ഞാൻ പറഞ്ഞു വിയറിൻ്റെ എല്ലാ സെറ്റപ്പും അസറ്റ് എഡിറ്ററിലാണ് ഉണ്ടാവുക. ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് അതിലുണ്ടാവും ജോമെട്രി എന്ന കാറ്റഗറി ഉണ്ടാവും. അതിലാണ് VRFRൻ്റെ സെറ്റിങ്സ് ഉണ്ടാവുക. ഫർ സെലക്ട് ചെയ്തു. റൈറ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സെറ്റിങ്സ് വന്നു. കൗണ്ട് ഉണ്ട് ഇവിടെ, എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കുക. പിന്നെ ലെങ്ത്ത്, ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കുക. തിക്നെസ് കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കുക. ടാപ്പറിന് മുകൾവശം കൂർപ്പാക്കാൻ, ഇത് 1 മുകൾവശം കൂർപ്പായി, 0 നമ്മൾ രണ്ടും, അതായത് ആ ഫറിൻ്റെ അടിയത്തെ അതേ ഇവിടുത്തെ മുകളിലുണ്ടാവുക. 1 മുകളിൽ കൂർപ്പായി മാറിയിട്ടുണ്ടാവും. ഗ്രാവിറ്റിയും ബെൻഡും വളക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ നമ്മൾ ഇതിൽ കാണില്ല, റെൻഡർ ചെയ്താലേ മനസ്സിലാവുള്ളൂ. പിന്നെ അതിൽ അത്ര തന്നെ പനുള്ളൂ. അപ്പോൾ ഇവിടെ കൗണ്ടിൽ ശ്രദ്ധിക്കുക, കൗണ്ട് ഇങ്ങനെ മാറ്റി വെക്കുക. ഈ ഇപ്പോൾ കൗണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ പെർ ഏരിയ ഉണ്ട്, പെർ ഫേസ് ഉണ്ട്. പെർ ഫേസ് എന്നാക്കിയാൽ എന്നാൽ നമുക്ക് കറക്റ്റ് എണ്ണം കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ഫേസിൽ എത്ര എണ്ണം വേണം ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യുക. ഇനി ഇതിന് പുറമെ 200 വേണമെങ്കിൽ 200 ഇട്ട് കൊടുക്കുകയോ ചെയ്യാം.
അപ്പോൾ അങ്ങനെ കൂട്ടി കുറക്കുകയോ ചെയ്യുക. അപ്പോൾ ഫറിൻ്റെ എല്ലാ സെറ്റപ്പും ഈ വിയർ അസറ്റ് എഡിറ്ററിലാണ് ഉണ്ടാവുക.